മ്യാൻമർ ഭൂചലനവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ്. മ്യാൻമറിലും ഒപ്പം തന്നെ ബാങ്കോക്കിലും വലിയ രീതിയിലുള്ള ഭൂചലനത്തിൽ വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 1600ഓളം പേർ മരിച്ചു എന്നാണ് ഔദ്യോഗിക കണക്ക്. കൃത്യമായി പറയുകയാണെങ്കിൽ 1644 പേർ മരിച്ചിട്ടുണ്ടെന്നാണ്. പക്ഷേ മ്യാൻമറിന്റെ അവസ്ഥ അറിയാലോ, അവിടേക്ക് പലപ്പോഴും ഈ ആളുകൾക്കൊന്നും എത്തിച്ചേരാൻ പറ്റാത്തൊരു സാഹചര്യം, പ്രത്യേകിച്ച് രക്ഷാപ്രവർത്തകർക്ക് അവിടേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. വിവരങ്ങളുമായി മെറിൻ മേരി ചാക്കോയും ഒപ്പം തന്നെ ബൈജു കൊട്ടാരക്കര. അതെ, ബാങ്കോക്കിലുണ്ട് ബൈജു കൊട്ടാര. അപ്പൊ ആദ്യം ബൈജു കൊട്ടാരക്കരയിലേക്കാണെന്ന് തോന്നുന്നു. ബൈജു, അവിടെ നിന്നുള്ള ഏറ്റവും അവസാന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഞാനിപ്പോ ഉള്ളത് ബാങ്കോക്കിലാണ്. ബാങ്കോക്കിൽ ആക്ച്വലി ഇപ്പൊ ഇവിടുത്തെ സ്ഥിതിഗതികളൊക്കെ നേരെ ആയിട്ടുണ്ട്. ഇവിടെ വലിയൊരു പ്രശ്നങ്ങളായിട്ട് കാണുന്നില്ല. ഈ തുടർ ജനങ്ങൾ ഉണ്ടാകും എന്നൊക്കെ ഇവിടുത്തെ പ്രാദേശിക ചാനലുകളും ഒക്കെ പറയുന്നുണ്ടെങ്കിലും ഇന്നലെ രാത്രി പൊതുവെ ശാന്തമായിരുന്നു എന്ന് തന്നെ പറയാം. ഞാനിപ്പോ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ അങ്ങനെ തുടർചലനങ്ങളൊന്നും ഉണ്ടായതായി കാണുന്നില്ല. പക്ഷേ മെനിയാന്ന് രാത്രി ഇവിടെ തുടർചലനം ഉണ്ടായപ്പോ ബാങ്കോക്ക് സിറ്റിയിലും പല സ്ഥലങ്ങളിലും പല ബിൽഡിങ്ങുകളുടെയും പിന്നെ ഭിത്തികൾക്ക് വിള്ളൽ വീഴുകയും ആളുകൾ ഇറങ്ങി ഓടുകയും റോഡിൽ നിൽക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇത് നടന്ന ദിവസം തന്നെ, അതായത് ഒരു ദിവസത്തിന് മുമ്പ് ഇത് നടന്നതിന്റെ അന്ന് ഏതാണ്ട് 7-8 മണിക്കൂറോളം ഇങ്ങനെ ബാങ്കോക്ക് സിറ്റിയിലും ഒക്കെ ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു. റോഡുകൾ ഒരുപാട് ബാങ്കോക്ക് സിറ്റി വിട്ടുള്ള സ്ഥലങ്ങളിലേക്ക്, അതായത് നാക്കോൺ സവാൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞാൻ ഉണ്ടായിരുന്നത്. അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്കുള്ള റോഡുകളും ഒക്കെ ഇങ്ങനെ വെണ്ടുകീറി കിടക്കുന്നു. റെയിൽവേ ട്രാക്കുകൾ വെണ്ടുകീറി കിടക്കുന്നു. യാത്രായോഗ്യമല്ല. ആംബുലൻസുകളുടെ അഭാവമുണ്ട് ആ സ്ഥലത്തേക്ക്. അതേപോലെ തന്നെ റെസ്ക്യൂ ടീമിന്റെ അഭാവമുണ്ട്. ഞാൻ ഇന്നലെ നമ്മുടെ ചാനലിൽ തന്നെ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. നമ്മുടെ നാട്ടിലൊരു ചൂരൽമലയിലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു അപകടം ഉണ്ടാകുമ്പോൾ ചാനലുകൾ ഉൾപ്പെടെ 24 ചാനലും ഒക്കെ അന്ന് ചെയ്ത കാര്യങ്ങളും ഒക്കെ ഒരിക്കലും വിസ്മരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. 24 ചാനലാണെങ്കിലും ശരി, ജനങ്ങളാണെങ്കിലും പോലീസ് ആണെങ്കിലും ഫയർഫോഴ്സ് ആണെങ്കിലും NDRF ആണെങ്കിലും എല്ലാ ആളുകളും ഒരു കൈയോടെ ഒരു മെയ്യോടെ നിന്ന് പ്രവർത്തിക്കുമ്പോൾ ഇവിടെ അങ്ങനെ ഒരു അവസ്ഥയേ ഇല്ല എന്നുള്ളതാണ് സത്യം. മ്യാൻമാറിൽ 1644 പേർ മരിച്ചു എന്ന് പറഞ്ഞെങ്കിലും പക്ഷെ മരണസംഖ്യ അതിന്റെയൊക്കെ എത്രയോ മുകളിൽ വരും എന്നാണ് പ്രാദേശിക ചാനലുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതാണ്ട് 5000-ന് മുകളിൽ തന്നെ ഈ മരണസംഖ്യ വരും എന്നാണ് അവർ പറയുന്നത്. ആശുപത്രിയിലാവുന്ന സ്ഥിതിയും അത് തന്നെ. ആശുപത്രിയിലാണെങ്കിൽ മരുന്നിനുള്ള അഭാവമുണ്ട്. അതേപോലെ ഡോക്ടേഴ്സിന്റെ, നേഴ്സസിന്റെ അങ്ങനെ സ്ഥല സൗകര്യങ്ങൾ, ഇതിനെല്ലാത്തിനും വളരെയധികം കുഴപ്പങ്ങളുള്ള ഒരു അവസ്ഥയിലാണ് മ്യാൻമാറിന്റെ പോക്ക്. പക്ഷെ ബാങ്കോക്കിന്റെ അതിർത്തിയിലുള്ള ആ സ്ഥലത്തും ഇതുപോലെ തന്നെ സിറ്റിയിലേക്ക് അവർക്ക് വരാനായി റോഡുകളുടെ ഈ വെണ്ടുകീറി കിടക്കുന്ന റോഡുകളും അതേപോലെ തന്നെ നദികളിൽ നിന്നും കടലിൽ നിന്നും ഒക്കെ ഏതാണ്ട് 1.5 മീറ്റർ ഉയരത്തിൽ തന്നെ വെള്ളം കയറി തീരപ്രദേശത്തും ഒക്കെ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. പല കെട്ടിടങ്ങൾക്കും ഈ നാശനഷ്ടങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. വിള്ളൽ വീണ കെട്ടിടങ്ങൾ എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിനാണ്. രാത്രി മുഴുവൻ ആ റോഡിൽ നിൽക്കുന്ന ആളുകൾ ബാങ്കോക്ക് സിറ്റി കഴിഞ്ഞാൽ ഈ നാക്കോൺ സവാനിലേക്കൊക്കെ പോകുന്ന വഴി മുതൽ ഏതാണ്ട് മ്യാൻമാറിൽ എത്തുന്നവരെയുള്ള ആ സ്ഥലങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം മ്യാൻമാറിനോട് ഒപ്പം തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ച് വ്യാപ്തിയിൽ 7.7 ആയിരുന്നു ഇവിടുത്തെ മാഗ്നിറ്റ്യൂഡ്. ശരി, ബൈജു കൊട്ടാരക്കര ബാങ്കോക്കിൽ നിന്നാണ് വിവരങ്ങൾ നൽകിയത്.